ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ നമ്മുടെ വീഡിയോ ഈ ലാസ് വേഗസ് ട്രിപ്പിൻ്റെ സെക്കൻഡ് പാർട്ട് എത്തിയേക്കാണ്. സെക്കൻഡ് ആൻഡ് ഫൈനൽ പാർട്ട്. സത്യം പറഞ്ഞത് പാട്ടൊന്നും ആക്കണമെന്ന് വിചാരിച്ചതല്ലായിരുന്നു. പിന്നെ പിന്നെ എന്താണെന്നറിയില്ല, ഐ തോട്ട് ഐ ഡു ഇറ്റ് ലൈക്ക് 2 സെക്ഷൻസ് പോലെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഞാൻ എന്നും ചെയ്യണ പോലെ എൻ്റെ വീഡിയോസിൽ ഞാൻ മടി കാണിക്കണ പോലെ ബിറ്റ്സ് ഒക്കെ എടുത്തിട്ട് ഞാൻ ഉണ്ടാക്കിയ ഒരു ഹോൾ വീഡിയോ ആണ്. ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ എ ഹോൾ വീഡിയോ. എൻ്റെ കയ്യിലുള്ള വീഡിയോസ് ഞാൻ വെച്ചുണ്ടാക്കിയിട്ടുള്ള ഒരു വ്ളോഗ്. ഐ കനോട്ട് ഈവൻ കോൾ വ്ളോഗ്, പക്ഷേ ഒരു ലോങ് വീഡിയോ. സോ ദ ഫസ്റ്റ് ഡേ മൊത്തം സ്പിയർ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഞാൻ താമസിച്ചിരുന്ന ഹോട്ടൽ അല്ലെങ്കിൽ റിസോർട്ട്, അതിൻ്റെ ചുറ്റും ഇതുപോലെ നല്ല ഭംഗിയുള്ള കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. ഇങ്ങനെ മീനാമ, ഫ്ലെമിംഗോസ്, അങ്ങനത്തെയൊക്കെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ വി തോട്ട് നമുക്ക് അത് പോയിട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ഹോൾ ഏരിയ മൊത്തം ഇങ്ങനെ നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ. ചുറ്റും നല്ല രസമുണ്ട്. ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. ഇതാണ് ഞാൻ പറഞ്ഞത്, പിങ്ക് ഫ്ലെമിംഗോസ്. ദ ഹോട്ടൽ ഈസ് ആക്ച്വലി ബേസ്ഡ് ഓൺ ദീസ് ഫ്ലെമിംഗോ. ഹോട്ടലിൻ്റെ പേര് തന്നെ ഫ്ലെമിംഗോ എന്ന് തന്നെയായിരുന്നു. ഇറ്റ്സ് എ വെരി വെരി ബ്യൂട്ടിഫുൾ റിസോർട്ട് ബൈ ദ വേ. ഞാൻ പറഞ്ഞില്ലേ എന്ത് ഭംഗിയാണ് നമുക്ക് കാണാനായിട്ട്. സോ ദിസ് ഇസ് വാട്ട് ഐ വാസ് ടോക്കിംഗ് അബൌട്ട്. നല്ല ഭംഗിയായത്. നിങ്ങളങ്ങനെ അവിടെ ചെന്ന് നിൽക്കണ കാണാൻ നല്ല രസമാണ്. എന്നിട്ട് പിന്നെ ഞങ്ങൾ വിചാരിച്ചു പുറത്ത് പോവാം. ഒരു റൈഡ് എന്തോ ഉണ്ടായിരുന്നു, നല്ല ഒരു റൈഡിന് എന്തോ വന്നതാണ് ഈ റിസോർട്ടിലോട്ട്. സോ ക്യാമറ ഞാൻ എവിടെയൊക്കെ വീഡിയോ എടുക്കാൻ നോക്കിയാലും ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. സോ ക്യാമറ കിഡിലിനായിട്ട് നമുക്ക് കുറേ വീഡിയോസ് എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നു. ദിസ് ഇസ് വാട്ട് ഐ ഹാഡ്. അതൊരു മെക്സിക്കൻ റെസ്റ്റോറൻറ്റിലായിരുന്നു കയറിയത്. ഫുഡ് കൊള്ളായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. അവസാനമായപ്പോൾ തിന്നാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, ഇറ്റ് വാസ് ടു മച്ച്. പക്ഷേ അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ തിരിച്ച് റിസോർട്ടിൽ പോയിട്ട് എന്തായാലും എനിക്ക് കുറേ ടൈമുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു വൈ നോട്ട് ടേക്ക് ഇൻസ്റ്റാഗ്രാം റീൽ. ബട്ട് ഞാൻ ഇത് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടില്ല. സോ വൈ നോട്ട് ഐ വിൽ പോസ്റ്റ് ഇറ്റ് ഹിയർ എന്ന് വിചാരിച്ചത്. ഐ തിങ്ക് യു മൈറ്റ് ഹാവ് ഗെസ്റ്റ് ഏത് പാട്ടാണ് ഞാൻ എടുത്തത്. പിന്നെ ഇതൊക്കെ കുറച്ച് ഗോഷ്ടികളാണ്. പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് വന്നിട്ട് വേറെ റിസോർട്ടിൽ വന്നായിരുന്നു. ആൻഡ് ഓൾ ദ റിസോർട്ട്സ് ഇസ് സോ ബ്യൂട്ടിഫുൾ ഹിയർ. പിന്നെ ഇതും അവിടുത്തെ റിസോർട്ടിൻ്റെ പുറത്തുള്ളൊരു ഏരിയ ആയിരുന്നു. ആൻഡ് ഈ ഒരു ഏരിയ അവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വി തോട്ട് വിൽ ഗോ ടു ദ സ്ട്രീറ്റ്സ് ഓഫ് ലാസ് വേഗസ്. അങ്ങനെ ഒരു സ്ട്രീറ്റിൽ ഇങ്ങനെ നടക്കാനായിട്ട് ഇറങ്ങിയതാണ്. ഇതാണ് അതിൻ്റെ ഒരു ഓവർവ്യൂ. ലൈക്ക് എവിടെ നോക്കിയാലും ദർ വിൽ ബി കാസിനോസ്, ബാർസ്, പിന്നെ എന്താ ഇല്ലാത്ത അങ്ങനെ എല്ലാ ഐറ്റംസും ഉള്ള ഒരു അടിപൊളി സ്ട്രീറ്റായിരുന്നു. വ്ളോഗൊക്കെ ഞാൻ തുടങ്ങി, എവിടെയോ എത്തിയായിരുന്നു. ഭയങ്കര ടയേർഡായിപ്പോയി, ഒരുപാട് ദൂരം നടക്കേണ്ടി വന്നു. സോ കിടന്നുറങ്ങി ഒരു 5-6 മണിക്കൂർ. എന്നിട്ടിപ്പോൾ വീണ്ടും എണീറ്റു. നമ്മളൊരു ക്ലബിൽ പോകണമെന്നൊക്കെ ആയിരുന്നു പ്ലാൻ, പക്ഷേ അത് കംപ്ലീറ്റ്ലി നമ്മൾ ഡ്രോപ്പ് ചെയ്തു. വേറെ ഒന്നുമില്ല, നമുക്ക് ഇത് പറ്റിപ്പോയി, നമ്മൾ ലേറ്റ് ആയപ്പോൾ പിന്നെ എൻ്റെ ഇപ്പോഴത്തെ ഒരു മൂഡ്, അതിനുള്ള ഒരു മൂഡില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് കുറച്ച് കേക്കോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിച്ചിട്ട് we'll just take some photos, set ready for all the pictures and stuff. എന്നിട്ട് നമുക്ക് നോക്കാം. അപ്പം നമുക്ക് ആ ഒരു പാട്ട് കഴിഞ്ഞല്ലോ. അങ്ങനെ നിങ്ങൾ കേട്ട പോലെ ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ ഡ്രസ്സൊക്കെ മാറി എൻ്റെ ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യാനായിട്ട് ഫൈനലി ഡ്രസ്സൊക്കെ മാറി ഞാൻ കുറച്ച് ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്ത്. എനിക്ക് മിറർ ഭയങ്കര ഇഷ്ടമാണ്. മിറർ വീഡിയോസ് ആൻഡ് സെൽഫീസ് സോ ഗുഡ്. സോ അങ്ങനെ കുറേയൊക്കെ എടുത്ത് ഞാൻ എൻ്റെ ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്തു, ഡെക്കറേറ്റ് ചെയ്തു, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ആൻഡ് ഇറ്റ് വാസ് പ്രിറ്റി എ ഗുഡ് നൈറ്റ്, എക്സെപ്റ്റ് ഫോർ ദ ഫാക്ട് ദാറ്റ് നേരത്തെ പറഞ്ഞ പോലെ ഐ കുഡിൻ ഗോ ടു ദ ക്ലബ്. സോ അത് ഭയങ്കര ടയേർഡായിപ്പോയി. മോർണിംഗ് വെയിലത്ത് മൊത്തം നടന്ന് സോ ടയേർഡ് ആവും ഓബ്വിയസ്ലി. സോ ഇതായിരുന്നു എൻ്റെ ഡെക്കറേഷൻ ആൻഡ് ഐ വാസ് റിയലി ഹാപ്പി ഫോർ ഇറ്റ്.
അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഈ ഒരു സ്ഥലത്തേക്ക് വന്നു. എൻ്റെ ഹെലികോപ്റ്ററിൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് ഇതൊരു ലാസ് വേഗസിൻ്റെ സിമ്പിൾ ഭയങ്കര ഫേമസ് ആണ്. എല്ലാവരും ഇതിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് ഫോട്ടോ എടുക്കാറ്. അപ്പോൾ അത് കൊടുത്തു. കുറച്ച് ഫോട്ടോസും വീഡിയോസും അതിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് എടുത്തായിരുന്നു. ആ കിടക്കുന്നതൊക്കെ ഹെലികോപ്റ്റേഴ്സാണ് പറക്കാനുള്ളത്. പിന്നെ ഐ തോട്ട് ഐ ഗോ ടു എ പൂൾ. ഒരു പൂളിൽ പോവാമെന്ന് വിചാരിച്ച് പൂളിലെ സാധനങ്ങളൊക്കെ കെട്ടിപ്പറക്കി നമ്മൾ അവിടുത്തെ പൂളിലേക്ക് പോവാണ്. ഇത് നമ്മൾ റിസോർട്ടിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ പൂളിൽ എത്തുക. അപ്പോൾ അതിന് മുന്നേ ഞാൻ ചുമ്മാ ഒന്ന് എടുത്ത് വെച്ചതാണിത്. പിന്നെ ആ റിസോർട്ടിൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പോൾ നമുക്ക് വേറൊരു ഇതുപോലൊരു റെസ്റ്റോറൻറ്റ് കാണാം. ഭയങ്കര വൈബ്രൻറ്റ് കളേഴ്സാണ് അവിടെ എല്ലാം. ലൈക്ക് ഡാർക്ക് പിങ്ക്, ബ്ലൂ, വയലറ്റ്. സോ എവിടേക്ക് പോയാൽ നമ്മുടെ അട്രാക്ഷൻ ഇപ്പോഴും അവിടെ ഉണ്ടാവും. അപ്പോൾ ഇതെൻ്റെ പൂളിലിറങ്ങിയൊരു ചെറിയ ക്ലിപ്പാണ്. അത് കഴിഞ്ഞിട്ട് ഇതാണ് പൂളിലെ ഹോൾ പരിപാടി ഇതായിരുന്നു. ഒരു ബീച്ച് ക്ലബ്ബായിരുന്നു. പാർട്ടി വാസ് ഗോയിങ് ഓൺ, ബട്ട് നോട്ട് ദാറ്റ് ഹെവി പാർട്ടി അല്ലായിരുന്നു. സിമ്പിൾ പാർട്ടി, ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു ബീച്ച് ക്ലബ്ബായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് ഗുഡ്. ഇറ്റ് വാസ് നോട്ട് ബാഡ് അറ്റ് ഓൾ ബൈ ദ വേ. പക്ഷെ നോട്ട് ടു അടിപൊളി അങ്ങനെ വേണമെങ്കിൽ പറയാം. പിന്നെ ഈ ഫുഡ് കഴിച്ചു. പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ മാറി കുളിച്ച് ഫുൾ പുറത്തിറങ്ങി കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. അതിലുള്ള കുറച്ച് വീഡിയോസ് എന്തായാലും ഇതിലുണ്ട്. പിന്നെ പ്ലേസിൻ്റെ വീഡിയോയും ഉണ്ട്. ഇനിയിപ്പോൾ ഞാൻ അടുത്ത വരുന്ന ക്ലിപ്സിൽ അതായിരിക്കും മെയിനായിട്ട്. ആൻഡ് വാട്ട് എൽസ്, ലൈക്ക് ഐ റിയലി ലവ്ഡ് ദിസ് ട്രിപ്പ്. ദിസ് വാസ് വൺ ഓഫ് മൈ ഡ്രീം. ലൈക്ക് എൻ്റെ 25th ബർത്ത്ഡേ എനിക്ക് എവിടെയെങ്കിലും പോകണം, അല്ലെങ്കിൽ എനിക്ക് എവിടെയെങ്കിലും ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം എന്നെനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ അതിൽ ഞാൻ കുറേ സ്ഥലങ്ങൾ ഷോർട്ട് ലിസ്റ്റൊക്കെ ചെയ്തായിരുന്നു. ബട്ട് ഫൈനലി ഐ എൻഡഡ് അപ്പ് ഇൻ ദിസ് ലാസ് വേഗസ് ആൻഡ് ദിസ് വിൽ ബി എ ഫോർ എവർ മെമ്മറബിൾ ട്രിപ്പ് ഫോർ മീ, നോ മാറ്റർ വാട്ട്. നമുക്ക് വീണ്ടും വീണ്ടും പോകാൻ പറ്റുന്ന, ഈ തായ്ലൻഡൊക്കെ പോലെ വീണ്ടും വീണ്ടും പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അത്. ഗ്യാരണ്ടി. നമ്മളിപ്പോൾ 3 ദിവസം 4 ദിവസത്തിനാണ് പോയത്, പക്ഷേ സ്റ്റിൽ നമുക്ക് ഇനിയും കുറേ സ്ഥലങ്ങൾ കാണാനുണ്ട് അവിടെ. അപ്പോൾ അങ്ങനെ നല്ല അടിപൊളി ഒരു സ്ഥലമായിരുന്നു. എൻജോയ്ഡ് എ ലോട്ട്. നമ്മളൊരു സെറ്റ് ഓഫ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഒരു അടിച്ചുപൊളി വൈബായിട്ടുള്ള ഫാമിലിയുടെ ഒക്കെ ഒപ്പം പോകാനായിട്ട് ഈ കിടിലൻ സ്ഥലമാണത്. ഇറ്റ്സ് ബിറ്റ് എക്സ്പെൻസീവ്, ഐ മസ്റ്റ് അഗ്രി ടു ഇറ്റ്. എക്സ്പെൻസീവ് ആണ്, കുറേ സ്ഥലങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ എക്സ്പെൻസീവ് ആണ്. പക്ഷേ വൈ നോട്ട്, ജസ്റ്റ് വൺ ലൈഫ്, യു ജസ്റ്റ് ഗോ ഫോർ ഇറ്റ്. നമുക്ക് എപ്പോഴാണ് ഇത് അവസാനിക്കാന്നൊന്നും അറിയില്ല. ആൻഡ് ദിസ് ഈസ് വൺ ഓഫ് ദി ഫേമസ് വാട്ടർ ഫൗണ്ടൻ ഷോ വിച്ച് വാസ് ടു ഗുഡ്. ഞാൻ ഇതിലാകെ ഒരു ക്ലിപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അതിന് കുറേ വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട്, ബട്ട് ഇറ്റ് വാസ് ടു ഗുഡ്. നല്ല രസമുണ്ടായിരുന്നു. എൻ്റെ സൈഡിൽ കൂടെ പാട്ടുമുണ്ട്. അടിപൊളി വൈബായിരുന്നു കേട്ടോ. ഇതിൻ്റെ ചുറ്റും ആ ഒരു എല്ലാ 15 മിനിറ്റും ഈ വാട്ടർ ഫൗണ്ടൻ ഷോ ഈ റിസോർട്ടിൻ്റെ ഫ്രണ്ടിലുണ്ട് അവിടെ. ആൻഡ് ഇറ്റ് വാസ് ടു ഗുഡ്, ലൈക്ക് റിയലി ഗുഡ്. അങ്ങനെ അപ്പോൾ നമ്മൾ പറഞ്ഞു തന്നത് ട്രിപ്പിനെ കുറിച്ചാണ്. ഇറ്റ്സ് ആക്ച്വലി സംതിങ് ദാറ്റ് ഐ വിൽ നെവർ എവർ ഫർഗെറ്റ്. ഞാൻ കുറേ ട്രിപ്പ് പോയിട്ടുണ്ട്, കുറേ സ്ഥലത്ത് പോയിട്ടുണ്ട്. പക്ഷേ നമ്മളിത് കംപ്ലീറ്റ്ലി ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്കിത് മൊത്തം. ആൻഡ് ഐ റിയലി റിയലി ലവ്ഡ് ഇറ്റ്. അവിടുത്തെ വേറെ കിടിലൻ ഒരു ഫ്രീമോൺ സ്ട്രീറ്റ്, ഇറ്റ്സ് ഹാപ്പനിങ് സ്ട്രീറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. 24/7 ഹാപ്പനിങ് സ്ട്രീറ്റ് എന്ന് പറയണമെങ്കിൽ യു ക്യാൻ ഗോ ടു ദിസ് പ്ലേസ്. ദിസ് പ്ലേസ് നെവർ എന്താ പറയുക, ഗെറ്റ്സ് ഓഫ്. അല്ലെങ്കിൽ അതൊരിക്കലും ഇത് സ്ഥലങ്ങളൊന്നും ഇതാവില്ല. എപ്പോഴും ആൾക്കാർ, എപ്പോഴും ബഹളം. ഇതുപോലെ അവിടെ ഒരു പാട്ടിൻ്റെ ഒരു ലൈവ് ഷോ ഉണ്ടായിരുന്നു വിച്ച് വാസ് ആബ്സല്യൂട്ട്ലി ഫ്രീ.
പിന്നെ ആൾക്കാർ എൻ്റെ ഫ്രണ്ടിലിരുന്ന് ഡാൻസൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ സൈഡിൽ കുറേ കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ ഈ ഒരു ഹോൾ പ്ലേസ് ഞാൻ കണ്ടെടുത്ത് വെച്ചോളം ഒരിക്കലും നോ സ്ലീപ്പ് പ്ലേസാണ്. ഇത് എൻ്റെ ഒരു കുട്ടിക്കളി അല്ലെങ്കിൽ വാട്ട് എവർ യു കോൾ മാഡ്നെസ് ഓർ സംതിങ് എന്ന് വേണമെങ്കിൽ ഇതിനെ വിളിക്കാം. ആൻഡ് സോ ദിസ് പ്ലേസ് ഇസ് വാട്ട് ഐ വാസ് ടോക്കിംഗ് അബൌട്ട്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് കാസിനോസൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ദെൻ ദിസ് വാസ് നെക്സ്റ്റ് ഡേ. നമ്മൾ റിസോർട്ടിൻ്റെ പുറത്ത് പോകുന്നു. ആൻഡ് ഇറ്റ്സ് ഓൾമോസ്റ്റ് ടൈം ടു ആക്ച്വലി ലീവ്. ഇത് ആ വീഡിയോ ആണ്. ഐ തിങ്ക് ദിസ് വാസ് എ ഡേ നൈറ്റ് ബിഫോർ ദാറ്റ്. ഞാൻ വീണ്ടും ഡ്രസ്സ് ചെയ്ത് ഇങ്ങനെ പുറത്തിറങ്ങി ചുമ്മാ കടയിൽ പോകാനായിട്ട് പോകുന്നു. ബിക്കോസ് ഐ തിങ്ക് ട്രിപ്പ് തീരുന്നേക്കും ജസ്റ്റ് മുന്നത്തെ ദിവസമാണ്. പിന്നെ ഇതാണ് എൻ്റെ റൂം. ഞാൻ പോണേക്ക് മുന്നേ ജസ്റ്റ് ഒന്ന് എടുത്തതാണ്. ദ ഹോൾ സൂട്ട് എല്ലാം ഞാൻ പാക്കൊക്കെ ചെയ്ത് പോവായിരുന്നു. സോ ഐ തോട്ട് ഐ ടേക്ക് എ റൂം ടൂർ. ഒന്നും അല്ല, പക്ഷെ ഒരു ചെറിയൊരു വീഡിയോ. കിടിലം മുറിയായിരുന്നു, അടിപൊളിയായിരുന്നു. ഇറ്റ് വാസ് ലൈക്ക് എ സൂട്ട് വേണമെങ്കിൽ പറയാം. അടിപൊളിയായിരുന്നു. പിന്നെ ഞാൻ ഇപ്പോൾ ഫ്ലൈറ്റിൽ കയറി ഞാൻ ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കുന്നതാണ് എത്രയൊക്കെ പൈസയായി. അങ്ങനെയൊന്നുമല്ല, ചുമ്മാ. So cheers to this wonderful 25th birthday and a good trip, and I'm very thankful for the universe and everybody. Thank you for watching, guys.